ആദ്യ റൗണ്ടുകളിൽ ആദ്യ റൗണ്ടിൽ പാലക്കാട് എണ്ണുമ്പോൾ ഈ ശ്രീധരന് കിട്ടിയ വോട്ടുകളിലേക്ക് എത്തിയിട്ടില്ല കൃഷ്ണകുമാർ എന്നുള്ളതാണ്. 1804 വോട്ടുകളാണ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നത്. രണ്ടാം റൗണ്ടിൽ 1234 മുകളിൽ പോകണം കടക്കണമെങ്കിൽ 1234 കടക്കണം. നോക്കൂ, ആദ്യത്തെ റൗണ്ട് എണ്ണി കഴിയുമ്പോൾ 1016 വോട്ടുകൾക്ക് BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ തൊട്ടടുത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ലീഡ് ചെയ്യുന്നു. ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ അപേക്ഷിച്ച് 1890 വോട്ടുകൾക്ക് 2016 തിരഞ്ഞെടുപ്പിനെ അനുസ്മരിപ്പിക്കും വിധമുള്ള തേരോട്ടമാണ് UR പ്രദീപ് നടത്തുന്നത്. സൗമ്യന UR പ്രദീപ് രമ്യയെ മറികടന്ന് 1890 വോട്ടുകൾക്ക് മുന്നിലാണ്. പാലക്കാടിന്റെ CK രാഹുൽ മാങ്കൂട്ടത്തിലെ മറികടന്ന് 1016 വോട്ടുകൾക്ക് മുന്നിലാണ്. ഇത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് ആണ്. ആദ്യത്തെ 3 റൗണ്ടിൽ ട്വിസ്റ്റുകൾ ഉണ്ടാകും. അത് സരിന് ഫേവറബിൾ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിലെ ഒരു ഫാക്ടർ. അതുകൊണ്ടാണ് സരിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് ഞാൻ ഇവിടെ രാഹുൽ എന്ന് ആർത്ത് വിളിച്ചവരോട് ചേലക്കരയിൽ സുധീർ വെറും 325 വോട്ടാണ് പിടിച്ചിരിക്കുന്നത് കേട്ടോ. സുധീർ സ്പോയിലറേ അല്ല, വെറും 325 വോട്ടുകൾ മാത്രമാണ്. ഒന്നാം റൗണ്ടിൽ 325, ഒന്നാമത്തെ റൗണ്ടിൽ വെറും 325 മാത്രം. ആകെ 13 റൗണ്ട് ഉണ്ട്. 6000 വോട്ടിലെ മാക്സിമം പിടിക്കും. 10,000 20,000 എന്നൊക്കെ പറഞ്ഞു. ഹരിദാസൻ രമ്യ ഹരിദാസിന് 24 വോട്ട്, അത് വെറും 24 വോട്ട്, അത്രേ ഉള്ളൂ. വളരെ വ്യക്തമായ ലീഡാണ്. 6110 വോട്ടുകളാണ് UR പ്രദീപ് നേടിയത്. രമ്യ ഹരിദാസ് നേടിയത് 4220. K ബാലകൃഷ്ണൻ നേടിയിരിക്കുന്നത് 4220. ഒന്നാമത്തെ റൗണ്ടിൽ നിന്നുള്ള കണക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേലക്കരയിൽ പ്രദീപാണെന്ന കാര്യത്തിൽ സംശയമില്ല. ആദ്യ റൗണ്ട് സൂചനയാണ്. 2016 അതേ ഫലം, ഒരുപക്ഷെ അതിനേക്കാൾ ഒരു 1000-2000 കൂടാനുള്ള സാധ്യതയുണ്ട്. 12,000 വോട്ടുകൾ 13,000 വോട്ടുകൾക്ക് വരെ ഭൂരിപക്ഷം ഒരുപക്ഷെ ചേലക്കരയിൽ നേടാൻ സാധ്യതയുണ്ട്. UR പ്രദീപ് ആദ്യഘട്ടത്തിൽ സ്വന്തം നാടാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടാവും. ആ ലീഡ് എത്രയുണ്ട് എന്നത് കൂടി നമുക്കറിയണം. പക്ഷേ നാടകങ്ങൾ സംഭവിക്കുന്നത്, ഡ്രമാറ്റിക്കായ വോട്ട് ഷിഫ്റ്റ് നടക്കുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, K ബാലകൃഷ്ണൻ ബാലേട്ടൻ വോട്ട് പിടിക്കുന്നുണ്ട്. 2504. പക്ഷേ അത് ഡിസിസീവ് അല്ല. ഇനി അത് കഴിഞ്ഞു വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ആ വോട്ട് അവിടെ വരവൂരിലുണ്ട് എന്നാണ് അല്ലേ, കഴിഞ്ഞ തവണത്തെ കണക്ക് പ്രകാരം. ആ വോട്ടുകൾ കൃത്യമായി ചേലക്കര 2010 ലീഡ്. ചേലക്കരയിൽ വീണ്ടും ലീഡ് വരുന്നു. 2010 ദേശമംഗലത്തേക്ക് കടക്കുമ്പോൾ UR പ്രദീപിന്റെ സ്വന്തം പഞ്ചായത്തിലേക്ക് കടക്കുമ്പോൾ 2000-ലധികമായി UR പ്രദീപ് ലീഡ് വർദ്ധിപ്പിക്കുന്ന കാഴ്ച. ഇത്തവണത്തെ പൊളിറ്റിക്കൽ ബാറ്റിൽ എന്നുള്ളത്, സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം പരീക്ഷിക്കുന്ന ബാറ്റിൽ എന്നുള്ളത് അത് ചേലക്കരയാണെങ്കിൽ ചേലക്കരയിൽ LDF സ്ഥാനാർത്ഥി 2010 വോട്ടുകൾക്ക് UR പ്രദീപ് ദേശമംഗലം സ്വന്തം പഞ്ചായത്ത് ചേലക്കര നിലനിർത്തുകയും പാലക്കാട്ട് വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്താൽ സർക്കാർ വിരുദ്ധ തരംഗമില്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അങ്ങനെ